ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. വിഷു ചന്തകൾ തുടങ്ങാൻ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരിക്കുന്നു. ഉത്തരവ് കൺസ്യൂമർ ഫെഡിന്റെ ഹർജിയിലാണ്. നേരത്തെ അത് വലിയ ചർച്ചയായതുമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിന് ഉത്തരവ് ഈ അനുമതി നൽകാൻ പാടില്ല എന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. വിഷു ചന്തകൾ തുടങ്ങാം എന്ന് പറയുന്നു. നേരത്തെ സർക്കാർ വ്യക്തമാക്കിയതാണ് ചന്തകൾ തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്, സംഭരിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം കൺസ്യൂമർ ഫെഡ് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അനുകൂലമായൊരു വിധി വരുന്നു. വിഷു ചന്തകൾ തുടങ്ങാമെന്നാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി. എബിൻ ജോസ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. എബിൻ, അങ്ങനെ വിഷു ചന്തകൾക്ക് മുടക്കമില്ലാതെ തുടങ്ങാമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. നേരത്തെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജി അത് കൃത്യമായി തന്നെ അത് അവർക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ വിധി ഉണ്ടാവുന്നു. അതിന് വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഹർജിയിൽ സർക്കാരിന് ആശ്വാസമാണ്. ഇപ്പോൾ വിഷു ചന്തകൾ തുടങ്ങാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. നേരത്തെ ഈ കേസ് കേട്ടപ്പോൾ ചെറിയ വിമർശനങ്ങളൊക്കെ സർക്കാരിന്റെ കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. കാരണം സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഈ സബ്സിഡി നൽകി സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തെയൊക്കെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ വിഷുവിന് ചന്ത തുടങ്ങാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡിന്. നേരത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിനെ എതിർത്തത്. കാരണം അനുമതി നിഷേധിക്കുകയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി നൽകി സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷു ചന്തകൾ തുടങ്ങാനുള്ള അനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്നാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇപ്പോൾ ഹൈക്കോടതി അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ശരി, എന്തായാലും കൺസ്യൂമർ ഫെഡിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. സർക്കാരിന് നേരത്തെ വിമർശനം കോടതി നടത്തിയെങ്കിലും വിഷു ചന്തകൾ തുടങ്ങാം എന്ന അനുമതി ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ചന്തകൾ തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ, സാധനങ്ങളെല്ലാം തന്നെ സംഭരിച്ചു കഴിഞ്ഞു എന്ന് സർക്കാർ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ അതെല്ലാം പരിഗണിച്ചാണ് കോടതിയിൽ നിന്നും ഈ വിധി, അനുകൂല വിധി സർക്കാർ ഉണ്ടായിരിക്കുന്നത്. വിഷു ചന്തകൾ തുടങ്ങാം, അതിന് ഉള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രചാരണവും പാടില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി ഒന്നുകൂടി പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സുപ്രധാനമായ കാര്യമാണ്. ഈ വിഷു ചന്തകൾ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രചാരണവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ നിർദ്ദേശം ഹൈക്കോടതി നൽകുന്നുണ്ട്. അത്തരം ചട്ടലംഘനം ഉണ്ടായാൽ അതിൽ ഇലക്ഷൻ കമ്മീഷന് ഇടപെടാമെന്നുകൂടി ഹൈക്കോടതി പറയുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ആ നിർദ്ദേശങ്ങൾ, ആ ഉത്തരവ് അത് ഹൈക്കോടതി പരിഷ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ നിർദ്ദേശം ഈ വിഷു ചന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഹൈക്കോടതി നൽകുന്നു. എന്തായാലും ചന്തകൾ തുടങ്ങാൻ പ്രശ്നങ്ങളില്ല, അത് തുടങ്ങാം സർക്കാരിന്. പക്ഷേ കൃത്യമായ നിർദ്ദേശങ്ങൾ കോടതി നൽകുന്നു. ഇത് ഒരു രീതിയിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, അത് പ്രചാരണ വിഷയമാക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകുന്നു. എങ്കിലും ആശ്വാസ വിധിയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ശ്രീകാന്ത് കൂടി നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിനും ഒപ്പം കൺസ്യൂമർ ഫെഡിന് അനുകൂലമായ വിധി ഉണ്ടാകുന്നു. വിഷു ചന്തകൾ തുടങ്ങാം എന്ന് പറയുന്നു. ഒപ്പം തന്നെ കർശനമായ നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ. നിലവിലിപ്പോൾ ഈ കൺസ്യൂമർ ഫെഡിന്റെ ഹർജിയിന്മേൽ അവർക്ക് ആശ്വാസകരമായ വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. റംസാൻ വിഷു ചന്തകൾ തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രചാരണവും പാടില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിക്കുകയും ചെയ്തു. നേരത്തെ ഈ വിഷുചന്തകൾക്കായുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. പൊതുജനങ്ങൾ നട്ടം തിരിയുന്ന സാഹചര്യമുണ്ട് എന്ന്. പൊതുജനങ്ങളുടെ ഈ ഒരു നിസ്സഹായാവസ്ഥ കൂടി കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ ഈ അനുമതി നൽകിയത്. പക്ഷേ അതിനോടൊപ്പം തന്നെ കോടതി നേരത്തെ ഈ ഒരു നിരീക്ഷണം നടത്തിയത് ഏറെ പ്രധാനപ്പെട്ടതാണ്. കോടതി പറഞ്ഞത് മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഈ സമയത്ത് ഈ ചന്ത തുടങ്ങാൻ തീരുമാനിച്ചതിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്നും കോടതി പറയുകയുണ്ടായി. അത് ശരിയായില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പക്ഷേ പൊതുജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ സർക്കാർ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നറിയിച്ചത് അത് കണക്കിലെടുത്ത് കോടതി ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന് ഈ ചന്ത തുടങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ശരി, ശ്രീകാന്താണ്, ഒപ്പം എബിൻ ജോസുമാണ് വിശദാംശങ്ങൾ നൽകി.